ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന തികച്ചും പുതുമയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഈ വിഭവം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കൂടാതെ വളരെ കുറച്ച് എണ്ണയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് ബിഗിനേഴ്സിന് പോലും ഇതുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് 1 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്കിട്ട് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. അരി കുതിർന്നു വരുന്ന സമയം നമ്മൾക്ക് ഈ വിഭവം ഉണ്ടാക്കാനുള്ള മറ്റു കാര്യങ്ങൾ തയ്യാറാക്കി വയ്ക്കാം. ഇതിന് 1 ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് ചീവിയെടുക്കുക. പെട്ടെന്ന് വെന്ത് വരുവാൻ നൈസായി ചീകിയെടുക്കുന്നതാണ് നല്ലത്. ഇനി ഉരുളക്കിഴങ്ങിൽ വെള്ളമൊഴിച്ച് നല്ലപോലെ ഉലച്ചെടുത്ത് കഴുകിയെടുക്കുക. ഉരുളക്കിഴങ്ങിലെ വെള്ളം കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കടയിൽ നിന്ന് വാങ്ങിക്കുവാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വറ്റൽമുളക് 4 എണ്ണം എടുത്ത് മിക്സിയിലിട്ട് ഒന്നടിച്ചെടുത്താൽ ചില്ലി ഫ്ലേക്സ് റെഡി. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മല്ലിയില ചെറുതായി നുറുക്കിയത് എന്നിവ ചേർക്കുക. ഇനി അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. 1 മണിക്കൂറിന് ശേഷം കുതിർത്ത അരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നൈസായി അരയ്ക്കുക. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇനി ഒരു മസാല അരച്ചെടുക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 1 തുണ്ട് ഇഞ്ചി, 2 പച്ചമുളക്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കുക. അരച്ച മസാല മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം 1 സ്പൂൺ ഈനോ അതായത് ഫ്രൂട്ട് സാൾട്ട് ചേർക്കുക. അതിനുശേഷം അതിനു മുകളിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് റെഡി. ഇനി നമ്മൾക്കിത് ചുട്ടെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുക. പാൻ ചൂടാകുമ്പോൾ കലക്കി വെച്ച മാവ് ഒരു തവി ഒഴിച്ച് ലേശം പരത്തുക. ഊത്തപ്പത്തിന് പരത്തുന്നത് പോലെ കുറച്ച് കട്ടിയിൽ പരത്തുക. ഇനി ഇതിനു മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മിശ്രിതം വയ്ക്കുക. ഇനി മൂടി വെച്ച് വേവിക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുടുക. 1 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് വെന്ത് കിട്ടും. ഇനി മറിച്ചിട്ട് വീണ്ടും അടച്ച് 1 മിനിറ്റ് വയ്ക്കുക. 2 സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ ഈ സ്പെഷ്യൽ ഊത്തപ്പം കോരി മാറ്റാം. വീണ്ടും പാനിൽ എണ്ണ തടവി മാവൊഴിച്ച് ഊത്തപ്പം പോലെ പരത്തി ഉരുളക്കിഴങ്ങ് മസാല വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെ മാവ് കഴിയുന്നതുവരെ ചുടാം. നമ്മൾ ഉണ്ടാക്കിയ മസാല കൊണ്ട് 2 ഊത്തപ്പത്തിനുള്ളതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് മസാല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാം. അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൽ ചേർത്ത എല്ലാ ചേരുവകളും അതിനനുപാതമായി കൂട്ടുക. വളരെ ടേസ്റ്റി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാർ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഈ വിഭവം കഴിക്കാൻ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. തികച്ചും പുതുമയുള്ള ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പുതുവിഭവങ്ങൾ കൂടി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.